ഹായ് ഹലോ. ഇന്ന് ലല്ലുമാസ് വേൾഡിലെ നമുക്കൊന്ന് വെറൈറ്റി മാറ്റി പിടിക്കാം. ഇന്ന് കുറച്ച് പാസ്ത ആക്കാം. പിള്ളേർ കുറച്ച് ദിവസമായി പാസ്ത എന്ന് പറഞ്ഞാൽ പുറകെ കിടക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പാസ്ത എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ച് അത് ഊറ്റി മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മളെ ചിക്കൻ്റെ പീസസ് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അതൊന്ന് വറുത്തെടുത്തു. എന്നിട്ട് ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് 2 സ്പൂൺ മൈദയും കുറച്ച് പാലും ഒഴിച്ചിട്ട് അതൊരു ചെറിയ സ്ലറിയാക്കി എടുത്ത് മാറ്റി. എന്നിട്ട് നമ്മൾ പാൻ വെച്ചു. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സവോളയും ഒക്കെ ഇട്ട് വാട്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ സ്ലറി ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നല്ല കട്ടിയായിട്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് നീട്ടിയിട്ട് അതിനകത്തേക്ക് 2 സ്ലൈസ് ചീസും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മുടെ പാസ്ത അതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കമ്പൈനായി വന്നു കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇട്ടു. അങ്ങനെ പിള്ളേർക്കുള്ള പാസ്ത റെഡി ആയിട്ടോ. പിള്ളേർക്ക് നോമ്പില്ലാത്തതുകൊണ്ട് ചിക്കൻ ഇട്ടുള്ള പാസ്ത. എനിക്കുള്ള പാസ്ത ഞാൻ ചിക്കൻ ഇടുന്നതിന് മുമ്പ് കുറച്ചെടുത്ത് മാറ്റി വെച്ചായിരുന്നു. അപ്പം ഞാൻ അതിനകത്തേക്ക് ഒരു ബുൾസയും ഉണ്ടാക്കി വെച്ച് കഴിച്ചു. അടിപൊളിയായിരുന്നു. നല്ല ഒരു ഫ്ലേവറും നല്ല സോഫ്റ്റായിരുന്നു. എഗ്ഗും കൂടി ആയപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.